ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഒരു ഇടവക ധ്യാനം ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ഒരു യുവതി തൻ്റെ മൊബൈൽ ഫോണിൽ തെറ്റായ ചിത്രം കണ്ട് രസിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളെ ഓർത്ത് ഒത്തിരിയേറെ സങ്കടപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, അവളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ഫോൺ ഓഫ് ചെയ്ത് ഉറങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ആ പാപബന്ധനത്തിൽ നിന്നും കർത്താവ് വിടുതൽ നൽകിയെന്നും അവൾക്ക് മാനസാന്തരം ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ സഹനങ്ങളെയെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയിലൂടെ ഈശോ ഒത്തിരിയേറെ മാനസാന്തരം പാപികൾക്ക് നൽകിയിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം പ്രാർത്ഥിക്കാനുള്ള വരം തന്നിരിക്കുന്നത്, കൃപ തന്നിരിക്കുന്നത് നമ്മുടെ ഭൗതിക ലോക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് തടവറയിലും ജയിലിലും പാവികളായി കഴിയുന്ന കഠിന പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും നമ്മുടെ കൺമുൻപിൽ തന്നെ പാവികളായി കഴിയുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനാണ്. ഈ ഉപവാസ കാലഘട്ടത്തിൽ കരം പിരിച്ച് കണ്ണുനീരോടെ പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.